എന്ന് തുർക്കി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞുവോ അന്ന് തുർക്കിക്കും തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കുമെല്ലാം കണ്ടകശനി തുടങ്ങിയതാണ്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കഷ്ടകാലം ഇവന്മാർക്ക് വരാനില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തുർക്കിയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യമായിട്ടുള്ള അർമേനിയയുമായി ഇന്ത്യ ടൈപ്പ് ഉണ്ടാക്കുന്നു. തൊട്ടപ്പുറത്ത് തുർക്കിയുടെ ശത്രുവായിട്ടുള്ള ഗ്രീസുമായി ഇന്ത്യ ടൈപ്പ് ഉണ്ടാക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്കി ഒരു സമയത്ത് പിടിച്ചെടുത്ത സൈപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ തുർക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. ആ അതിർത്തിയിൽ ചെന്ന് നിന്ന് സൈപ്രസിന് ഞങ്ങൾ സുഖോയ് വിമാനങ്ങൾ വിത്ത് ബ്രഹ്മോസ് അതിൽ ഫിറ്റ് ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ തുർക്കിയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. പോരാത്തതിന് അർമേനിയൻ പട്ടാളക്കാർക്ക് ഇന്ത്യ പരിശീലനം നൽകുന്നുണ്ട്, അവർക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട്. അർമേനിയയും അസർബൈജാനും ഇടയ്ക്കൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ മിസൈലുകൾ അസർബൈജാന്റെ നെഞ്ചു തുളച്ചു കയറുന്നതും നമ്മൾ കണ്ടതാണ്. ഇതോടുകൂടി അസർബൈജാൻ, ഇന്ത്യയുടെ ആയുധങ്ങളെ കളിയാക്കി നടന്ന അസർബൈജാൻ ബാക്ക്ഡോർ വഴി ഇന്ത്യയിലേക്ക് എത്തുകയും അതുപോലത്തെ ആയുധങ്ങൾ ഞങ്ങൾക്കും വേണം എന്ന് ഇന്ത്യയോട് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ പല പ്രതിരോധ സൈറ്റുകളിലും വന്നതുമാണ്. ഇപ്പോഴിതാ അർമേനിയയ്ക്ക് ഇന്ത്യ ഒരു സ്പെഷ്യൽ ആയുധം കൊടുത്തിരിക്കുകയാണ്. ഇത് അസർബൈജാന്റെ ചങ്കിടിപ്പിച്ചിരിക്കുകയാണ്. അർമേനിയയ്ക്ക് ഒരു ഡ്രോൺ ആണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അർമേനിയ അസർബൈജാൻ പോരാട്ടത്തിന്റെ സമവാക്യം മാറ്റി എഴുതിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളായി ഇന്ത്യൻ ആയുധങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ പ്രധാനം ഇന്ത്യയുടെ പിനാക മിസൈലും ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും 155mm പീരങ്കി തോക്കുകളുമാണ്. ഇതുവരെ തുർക്കിയും പാകിസ്ഥാനുമാണ് അസർബൈജാൻ ആയുധം നൽകിക്കൊണ്ടിരുന്നത്. അന്ന് അസർബൈജാൻ അർമേനിയയെ വല്ലാതെ പ്രതിരോധത്തിൽ നിർത്തിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ആയുധങ്ങൾ എത്തിയതോടെ അസർബൈജാന് മുട്ടിടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം അർമേനിയ അവരുടെ സൈനിക പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ച ഒരു ഡ്രോൺ കണ്ട് ശരിക്കും അസർബൈജാൻ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പണ്ട് അസർബൈജാന് നൽകിയ അതേ മാരക സ്വഭാവമുള്ള ഡ്രോണിന്റെ ഈച്ച കോപ്പിയാണ് അർമേനിയ പ്രദർശിപ്പിച്ച ഡ്രാഗൺ ഫ്ലൈ 3 എന്നായിരുന്നു അസർബൈജാന്റെ കരച്ചിൽ. ഇത് ഇന്ത്യ വഴിയാണ് അർമേനിയയിലേക്ക് എത്തിയതെന്നും അസർബൈജാൻ നിലവിൽ ആരോപിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഡ്രോൺ തലനാരിഴ കീറി പഠിച്ച ഇസ്രായേൽ ഒടുവിൽ പറഞ്ഞത് ഈ ഡ്രോൺ ഇസ്രായേലിൽ നിർമ്മിച്ചതല്ല. ഇതോടെ അസർബൈജാൻ ഒരു കാര്യം മനസ്സിലായി, ഇസ്രായേൽ ഡ്രോണുകൾക്ക് തുല്യ ശക്തിയുള്ള ഒരു ഡ്രോൺ അർമേനിയയിൽ എത്തിയിരിക്കുന്നു. അത് ഇന്ത്യ വഴിയാണ് എത്തിയത്. അർമേനിയയിലെ ഡവാരോ എന്ന കമ്പനിയാണ് ഡ്രാഗൺ ഫ്ലൈ 3 എന്ന ഈ ഡ്രോൺ നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ചില ഘടകങ്ങൾ ഈ ഡ്രാഗൺ ഫ്ലൈ 3 ഉണ്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ ഹാരോപ്പ് ഡ്രോണുമായി സാമ്യമില്ലതാനും. ഇതോടെ ഇനി തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടി ആഘോഷിച്ച് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അസർബൈജാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇസ്രായേൽ നൽകിയ ഹാരോപ്പ് ഡ്രോൺ ഉപയോഗിച്ചാണ് 2020 അർമേനിയക്കെതിരെ അസർബൈജാൻ വൻ വിജയം നേടിയിരുന്നത്. പക്ഷേ ഇനി ആ വിജയം അസ്ഥാനത്താകും. അർമേനിയ തുല്യശക്തിയായി മാറിയിരിക്കുന്നു. തുല്യശക്തിയിൽ അർമേനിയ തിരിച്ചടിക്കുമെന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. ഇസ്രായേലിന്റെ ഈ ചാവേർ ഡ്രോൺ ആണ് ഹാരോപ്പ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ കീറിമുറിക്കാൻ ഇന്ത്യയെ സഹായിച്ച അത്യന്തം അപകടകാരിയായിട്ടുള്ള ചാവേർ ഡ്രോൺ ആണ് ഹാരോപ്പ്. ഈ ഹാരോപ്പിന്റെ തനിപ്പകർപ്പ് അർമേനിയയിലെ ഡവാരോ എന്ന കമ്പനിക്ക് കിട്ടിയത് ഇന്ത്യ വഴിയാണെന്ന ആരോപണമാണ് നിലവിൽ അസർബൈജാൻ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.